ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവിധമായ ഉത്സവാശംസകൾ ഞാൻ തരികയാണ്. ഇന്ന് നമ്മുടെ സമകാലിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ദൂരത്തിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ, സമുദായ നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ആശ്രമങ്ങളിലെ മഠാധിപതിമാരൊക്കെ തന്നെ വ്യത്യസ്തമായ നമ്മുടെ ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അത് സംബന്ധിച്ച വിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിലാണ് നമ്മുടെ ഈ തിരുത്സവം നടക്കുന്നത്. ഒരു കൂട്ടർ വാദിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ഊരണം, അത് ധരിക്കാൻ പാടില്ല, അത് ആ സിസ്റ്റം മാറണം, അല്ലെങ്കിൽ ഷർട്ട് ധരിച്ചതുകൊണ്ട് എന്താണ് കുഴപ്പം? അതുമായി ബന്ധപ്പെടുന്ന വേറൊരു ഭാഗത്ത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഷർട്ട് ധരിക്കാൻ പാടില്ല എന്ന വാദം. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരുമാനം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്? ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്, ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ അനുഷ്ഠാനങ്ങളുണ്ട്. പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികന്മാർ ആചരിച്ചു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അത് നിലനിർത്തി പോകുക എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ, മാറ്റം വരുത്തണമെങ്കിൽ അത് തീരുമാനിക്കേണ്ട തന്ത്രിമാരാണ്. അത് തീരുമാനിക്കേണ്ടത് ദൈവപ്രശ്നത്തിലൂടെയാണ്. അത് തീരുമാനിക്കേണ്ടത് വിവിധങ്ങളായ പരിഹാരക്രിയയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതോ അല്ല അവിടെ പ്രാധാന്യമുള്ള പ്രസക്തിയുള്ളത്. മറിച്ച് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അത് വരുത്തണമെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട്, അത് പറയാൻ ബാധ്യതപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ അത് പറയേണ്ടവരുണ്ട്. അവർ പറയുമ്പോഴാണ് ആ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ വ്യത്യാസമോ വ്യതിയാനമോ വരുത്തും. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ, ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പേരിൽ വിവാദങ്ങളോ അത് പൊതു വേദികളിൽ അത് വലിച്ചഴച്ച് വിവാദമുണ്ടാക്കുന്നതിനോട് യോജിക്കുന്ന ഒരു വിശ്വാസിയല്ല ഞാനെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏത് മതത്തിൽപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളായിരുന്നാലും അത് ആ മതത്തിൻ്റെതായ ആ കാര്യങ്ങളാണ്, അവരാണ് തീരുമാനിക്കേണ്ടത്. അതല്ലാതെ അതിന്റെ ആചാര്യന്മാരും പണ്ഡിതന്മാരും അതിന്റെ തന്ത്രിമാരും ഒക്കെയാണ് അവിടെ അഭിപ്രായം പറയേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ നൂറ്റാണ്ടുകളായി നിലനിർത്തി പോരുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ വരുന്ന അല്ലെങ്കിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഒഴിവാകേണ്ടതാണ് എന്ന അഭിപ്രായമാണ്. അത്തരത്തിൽ ആ അഭിപ്രായങ്ങൾ അതിന്റെ ബന്ധപ്പെട്ടവർ തീർച്ചയായും അത് വിശദീകരിച്ച് അതിന്റെ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. പലർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളും ചിന്തകളും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണ് മാറ്റം വരുത്തേണ്ടത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ക്ഷേത്ര തന്ത്രിയാണ്. അതല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക. അത്തരത്തിലുള്ള വിവാദങ്ങൾ തീർച്ചയായും പരിശോധിക്കുന്നത് അത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ മനുഷ്യ മതമൈത്രിയുടെ, മനുഷ്യ നന്മയുടെ, നമ്മുടെ എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ നന്മയുണ്ടാകുന്ന, പുരോഗതി ഉണ്ടാകുന്ന ഒരു ക്ഷേത്രങ്ങളാണ്. ഏത് ആരാധനാലയമായിരുന്നാലും ആ ആരാധനാലയം ആ പ്രദേശത്ത് നൽകുന്ന ചൈതന്യം
അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം, എല്ലാവർക്കും അതിന്റെ ചൈതന്യം ഉണ്ടാകും, അതിന്റെ ആത്മീയമായ വിശുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിൽ, നമ്മുടെ നാടിന്റെ വളർച്ചയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ എല്ലാം നമുക്ക് വഴികാട്ടിയാവുന്നത് നമ്മുടെ ആരാധനാലയങ്ങളാണ്, നമ്മുടെ ക്ഷേത്രങ്ങളാണ്, അല്ലെങ്കിൽ മറ്റ് ആരാധനാ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ ആഘോഷങ്ങൾ അത് നാടിന്റെ ആഘോഷങ്ങളായി മാറി അവിടെ മതമൈത്രിയും സമുദായ ഐക്യവും പരസ്പര സ്നേഹവും പരസ്പരമായ വിശ്വാസത്തിലൂടെ നമുക്ക് അതിനുള്ള ഒരു കണ്ണിയായി നമ്മുടെ ക്ഷേത്രങ്ങളും മറ്റ് ആരാധന കേന്ദ്രങ്ങളും മാറണം എന്നാണ്. അതൊരിക്കലും ഒരു ഏറ്റുമുട്ടലിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ പരസ്പരം ശത്രുതയോ വൈരാഗ്യമോ സ്പർദ്ധയോ അതല്ല നമ്മുടെ ഈ ആരാധനാലയങ്ങളുടെ ലക്ഷ്യം. മനുഷ്യനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വഴിയിലൂടെ മനുഷ്യരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ശക്തി കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങളായിരുന്നാലും മറ്റാരാധന. ആ സ്പിരിറ്റോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പുതുകാട്ടുകര ഭഗവതി ക്ഷേത്രം ഈ നാട്ടിൽ നൽകുന്ന ഐശ്വര്യം, നൂറുനാട് ദേശത്തിനാകുമാനം നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയമായ ചൈതന്യവും ഐശ്വര്യപൂർണമായ നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യമായ പൂർണ്ണത, അത് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ക്ഷേത്രം കൂടുതൽ കൂടുതൽ പ്രശസ്തി ആർജിക്കുന്ന, നാടിന്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുന്ന ആ ദേവിയെ, ഭഗവതിയെ മുന്നിൽ വണങ്ങി പ്രാർത്ഥിച്ച് നേർച്ചകൾ അർപ്പിച്ച് കാഴ്ചകൾ അർപ്പിച്ചു പോകുന്ന ഒരു വലിയ പേര് കേട്ട പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമായി പുതുകാട്ടുകര ഭഗവതി ക്ഷേത്രം മാറട്ടെ. അതിന് ഇത്തരത്തിലുള്ള തിരുത്സവങ്ങളും അതോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളും സഹായകരമാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചത് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും പുതുകാട്ടുകര ഭഗവതി ക്ഷേത്രം നടത്തുന്ന എല്ലാ പരിപാടികളിലും നിങ്ങളുടെ ഡോക്ടർമാർക്ക് മന്ത്രി എന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകിക്കൊണ്ട് വളരെ ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ പുതുകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുത്സവം അനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനം ഞാൻ ഭക്തി ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി, ഭദ്രദൈവങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. അടുത്തതായി മുതുകാട്ടുകര നിവാസികളായ 2 സാഹിത്യ പ്രതിഭകൾക്കുള്ള ആദരവാണ്. ഒന്നാമതായി ശ്രീമതി യമുന ഹരീഷ്. യമുന ഹരീഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യമുന ഹരീഷ് കായംകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ്. പ്രസിദ്ധീകരിച്ച നിരവധി കവിതാ സമാഹാരങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് എന്റെ കാടൊഴുക്ക്, ജലഞരമ്പുകൾ, ഓർമ്മക്കുറിപ്പായ വെറ്റില മഞ്ഞുള്ള ഓർമ്മകൾ, യാത്രാ വിവരണമായ കേരള എക്സ്പ്രസ് അറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 1, കൂടാതെ നിരവധി 2023 KLIBF മികച്ച രചനയ്ക്കുള്ള പ്രശംസാപത്രം, 2024 കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സംസ്ഥാനതല കവിതാ രചനാ വിഭാഗത്തിൽ 1ാം സ്ഥാനം. അങ്ങനെ നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നമ്മുടെ ഒരു നാട്ടുകാരി തന്നെയാണ് യമുന ഹരീഷ്. അടുത്തതായി ശ്രീ പ്രസാദ് ശ്രീധരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചെങ്ങന്നൂർ കുടുംബ കോടതിയിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. നിരവധി കൃതികൾ, അദ്ദേഹത്തിന്റെ കരിയില എന്ന കവിത, പെയ്തൊഴിയാതെ എന്ന കവിതാകൂട്ടം, കോവിഡ് ബോധവൽക്കരണത്തിനെതിരായി സംസ്ഥാന തലത്തിൽ നടത്തിയ കവിതാരചനാ മത്സരത്തിൽ നേരമായി എന്ന കവിതയ്ക്ക് 1ാം സ്ഥാനം, ഇണകൾ വേർപിരിയും ഇടം എന്ന പുസ്തകം കഥാരചനയിൽ പുരസ്കാരം ലഭിച്ചു. മുതുകാട്ടുകര ക്ഷേത്രത്തിന്റെയും പടനില ക്ഷേത്രത്തിനെയും സംബന്ധിച്ച ഓർമ്മദ്വീപ് എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പ്രശസ്തമാണ്.
കഴിഞ്ഞ സംസാരിക്കാം. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം കൂടാതെ അദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീ ശരത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. വേദിയിലെ എത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ CA M ശ്രീകുമാർ സർ, വളരെ ചിന്തോദ്ദീപകമായി നമ്മളോട് പ്രസംഗിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അവർകൾ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന MS അരുൺകുമാർ MLA, ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീമതി യമുന ഹരീഷ്, സ്വാഗതം ആശംസിച്ച ശ്രീ K ബാലകൃഷ്ണൻ അവർകൾ, ബാക്കി സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ജനങ്ങൾക്കും, ഇവിടെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ ഈ മനോഹരമായ ക്ഷേത്രത്തിലേക്ക്, ഈ പരിപാവനമായ ക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൽ അധ്യക്ഷനും അതേപോലെ പ്രസിഡന്റ്, സെക്രട്ടറി, ബാക്കി എല്ലാ ഭാരവാഹികളോടും, പിന്നെ എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ ഉണ്ട്, എല്ലാവരും കാമിയോ എന്നറിയപ്പെടുന്ന ചിത്രകാരൻ, അദ്ദേഹത്തിനും എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ എന്നെ ക്ഷണിച്ചതിൽ പ്രസംഗിക്കാനുള്ള അറിവോ പക്വതയോ ഒന്നും എനിക്കില്ല. ആകെ കുഞ്ഞുണ്ണി മാഷ്, പണ്ടത്തെ കവി, പറയാറുണ്ട്, ഇത്തിരിയേ ഉള്ളൂ ഞാൻ, ഇത്തിരിയേ എനിക്ക് പറയാനുള്ളൂ, അതിന് ഇത്തിരിയേ എനിക്ക് വാക്കും വേണ്ടു എന്നുള്ളത്. അതാണ് എനിക്കിപ്പോ നിങ്ങളോട് പറയാനുള്ളത്. സീരിയലും സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? എന്റെ ഇപ്പൊ ഉണ്ടായിരുന്നത് മാളികപ്പുറമാണ്, അത് കണ്ടിരുന്നോ? അതെ, വളരെ സന്തോഷം. നിങ്ങളിങ്ങനെ കാണുമ്പോഴും നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടുമ്പോഴുമാണ് നമ്മുടെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അംഗീകാരമാവുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള സ്നേഹം ഞാൻ നിങ്ങളോടും കൂടി അറിയിക്കുകയാണ്. നേരത്തെ MP അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അധികം ഒന്നും പ്രസംഗിക്കുന്നില്ല. ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അലർച്ചയുണ്ടായിരുന്നു, ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു, അതിനിടയിലും പിന്നെ മഞ്ഞും കൊണ്ടൊക്കെ എന്റെ തൊണ്ട അടഞ്ഞിരിക്കുകയാണ്. എങ്കിലും നിങ്ങളെ കാണുമ്പോൾ കുറച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് സ്നേഹ വായ്പകൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ കലാകാരനല്ലല്ലോ. അതുകൊണ്ട് മാത്രം സംസാരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഭക്തിയെ കുറിച്ചാണ്. കാരണം പണ്ടൊരു മഹർഷി നമ്മളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ സദസ്സിലിരുന്ന ആൾക്കാരോട് ചോദ്യം ചോദിച്ചു, നമ്മുടെ ഇന്നത്തെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമെന്ന് ആ മഹർഷി പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്താണ് ആ പരീക്ഷണം? അതോ ഒരാഴ്ച കാലത്തേക്ക് നമ്മൾ താമസിക്കുന്ന ഏത് സിറ്റിയാണോ, ഇപ്പൊ കേരളം ഉദാഹരണത്തിന് വേണ്ടി എടുക്കാം, കേരളത്തിൽ നിന്ന് ഒരാഴ്ച കാലത്തേക്ക് എല്ലാ പോലീസ് വിഭാഗങ്ങളോടും, അതേപോലെ മിലിറ്ററി വിഭാഗങ്ങളോടും, കോടതികളോടും അതുപോലെ തന്നെ മാറി നിൽക്കാനായിട്ട് പറയുക. മിലിറ്ററികളോടൊക്കെ മാറി നിൽക്കുക. നിങ്ങളുടെ സഹായമില്ലാതെ, നമ്മൾ വിദ്യാസമ്പന്നരാണ്, നമ്മൾ സംസ്കാര സമ്പന്നരാണ്, പോലീസുകാരുടെ സഹായം, കോടതികളുടെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്ന് പറയാൻ ഒരു സമൂഹത്തിന് സാധിക്കുമോ എന്നാണ് ആ മഹർഷി ചോദിച്ചത്. വളരെ ലളിതമായ ഒരു ചോദ്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ലണ്ടൻ പോലെയുള്ള നഗരത്തിൽ, അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലെയുള്ള ഒരു നഗരത്തിൽ അവിടുത്തെ പോലീസുകാരോട് അവർ പറയുകയാണ്, ഒരാഴ്ച നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, ഇപ്പൊ തന്നെ എടുത്താൽ പൊന്താത്തത്ര ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്, കോടതികൾ മാറി നിന്നോളൂ, ഒരാഴ്ച. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലീസുകാരുടെയും മിലിറ്ററി ഫോഴ്സിന്റെയും കോടതികളുടെയും സഹായമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ഭാരതത്തിലെ തന്നെ പല ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി ചെല്ലുമ്പോൾ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാശ്മീരിലേക്കാണെങ്കിലും സാധാരണ ജനങ്ങൾ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്ന ഇടങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ വീടിന്റെ വാതിലുകൾ പോലും പൂട്ടാറില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് പരസ്പരം അറിയാം, അവർക്ക് പരസ്പരം സ്നേഹം മാത്രമേ ഉള്ളൂ. അവരവരുടെ കാര്യം നോക്കി ജീവിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് ജീവിച്ചു പോകുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ വിദ്യാസമ്പന്നരാവുന്നത് കൂടുതലാവുമ്പോഴാണോ ഇത്തരം മനുഷ്യത്വരഹിതമായ രീതിയിലേക്ക് നമ്മൾ മാറുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ മഹർഷി അങ്ങനെ നമ്മളോട് ചോദിച്ചത്. അപ്പൊ നേരത്തെ MP അദ്ദേഹം പറഞ്ഞില്ലേ, നമ്മള് ക്ഷേത്രം എന്ന് പറയുന്നതാണെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന, മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടമാണ്. മനുഷ്യർക്ക് പരസ്പരം കാണാൻ
പറ്റുന്ന ഒരു ഇടമാണ്. ഭഗവാനെ കാണാൻ അല്ലെങ്കിൽ ഭഗവതിയെ കാണാൻ നമുക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പരസ്പരം കണ്ട് ഹലോ പറയാനും പരസ്പരം നമുക്ക് സ്നേഹം പങ്കുവെക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഒരുമയോടുകൂടി നടത്തുന്ന ഒന്നാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടു തരം ഭക്തിയുണ്ടെന്ന് പണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സകാമ ഭക്തി. ആ സകാമ ഭക്തിയിലായിരിക്കും നമ്മൾ എല്ലാവരും കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഞാനൊക്കെ അമ്പലത്തിൽ പോയാൽ ഈശ്വര എനിക്ക് നല്ലത് വരുത്തണേ, എന്റെ കുടുംബത്തിന് നല്ലത് വരുത്തണേ, എന്റെ അമ്മയ്ക്കോ എന്റെ അച്ഛനോ ഒക്കെ നല്ലത് വരുത്തണേ, എനിക്ക് ഇനി കൂടുതൽ സിനിമകളോ അല്ലെങ്കിൽ സീരിയലുകളോ ഒക്കെ കിട്ടണേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അങ്ങനെയായിരിക്കും ഇവിടുത്തെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. അത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇനി വേണ്ടത് എന്താണ്? നിഷ്കാമമായ ഭക്തി. എന്റെ കാര്യത്തോടൊപ്പം തന്നെ മറ്റുള്ളവനും കൂടി നന്മ വരുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് ഉയരാൻ, ആ മനുഷ്യത്വത്തിലേക്ക് ഉയരാനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ടെന്ന് അറിയാതെ തോന്നിപ്പോവുകയാണ്. കാരണം ഇന്ന് വീടുകളിൽ പരസ്പരം നമ്മൾ വാർത്തകളിൽ വായിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ്. എത്ര സ്ഥലങ്ങളിലാണ് പരസ്പരം കുത്തി മരിക്കുന്നു, ചവിട്ടി മരിക്കുന്നു, അങ്ങനെ എത്ര വാർത്തകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അപ്പൊ അതിനൊക്കെ ആധാരം എന്ന് പറയുന്നത് മനുഷ്യത്വം. നമ്മുടെ ഉള്ളില് നമ്മൾ ജനിക്കുന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമെങ്കിലും മറ്റു മൃഗങ്ങളെ പോലെ തന്നെ വസ്ത്രമില്ലാതെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കും. മറ്റു മൃഗങ്ങൾ ജനിക്കുന്ന പോലെ തന്നെ സാധാരണ ഒരു മൃഗമായി തന്നെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. പക്ഷേ നമ്മൾ എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്? നമ്മൾ മൃഗമല്ല. നമുക്ക് ബുദ്ധിയും ചിന്താശക്തിയും ഒക്കെ ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മൃഗങ്ങളല്ല, നമ്മൾക്ക് മനുഷ്യരാണ്. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവതി നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മൾ കൃത്യമായും മനുഷ്യരായി മാറുന്നത്. അപ്പോൾ അന്യന്റെ കാര്യത്തിലേക്ക് അല്പം സഹാനുഭൂതിയും സഹകരണവും ഒക്കെ ഉണ്ടാവാൻ കൂടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് നിഷ്കാമ ഭക്തി എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഇന്ന് ഒത്തുകൂടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചിരി എനിക്ക് കാണുമ്പോഴെല്ലാം നിഷ്കാമമായ ഭക്തിക്ക് ഉതകുന്നതാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ശുദ്ധമായ മനസ്സുള്ളവരാണ്. ആ രീതിയിൽ നിങ്ങൾ വളരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ വളർന്നു വലുതായി മനുഷ്യത്വപരമായി ജീവിക്കാനും മനുഷ്യരെ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും ഒക്കെ സാധിക്കട്ടെ. അതിനുള്ള അറിവും പക്വതയും ഭഗവതി നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്മ വരട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേഷ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടം അല്ലെങ്കിൽ അനുഗ്രഹം എന്റെ കലാജീവിതത്തിന് ഇനിയും ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ കണ്ടില്ല കേട്ടോ, MLA എത്തിയത് ഞാൻ കണ്ടില്ല എന്ന് ക്ഷമിക്കുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന MLA ശ്രീ MS അരുൺകുമാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ CM ശ്രീകുമാർ അവർ, ഭരണസമിതിയുടെ സെക്രട്ടറി ശ്രീ K ബാലകൃഷ്ണൻ, ഉദ്ഘാടനം ചെയ്ത മാവേലിക്കരയുടെ പ്രിയപ്പെട്ട MP ശ്രീ കുടിക്കുന്നിൽ സുരേഷ്, പ്രശസ്ത ചലച്ചിത്ര സീരിയൽ താരം ആദരണീയ ശ്രീ ശരത് അവർ, ശ്രീമതി യമുന ഹരീഷ്, സാഹിത്യകാരി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ ശ്രീ B വിനോദ്, BP കോശി, ശ്രീമതി രാജലക്ഷ്മി, ശ്രീ വേണു കാവേരി, പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ രാധാലയം, ക്ഷേത്ര ഭരണസമിതിയുടെ ഖജാൻജി ശ്രീ PG സുരേന്ദ്രൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ഈ ഒന്നാം ഉത്സവത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ആദരണീയരായിട്ടുള്ള വിശ്വാസി സമൂഹം,
പ്രിയപ്പെട്ട നമ്മുടെ ശരത്ത് അവർക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞിരിക്കുകയാണ്. പ്രസംഗം നീട്ടുന്നില്ല, തിരുവനന്തപുരം വരെ ചെല്ലേണ്ടതായിട്ടും. സാധാരണ നേരത്തെ എത്തുന്നതാണ്. അപ്പം ഞാൻ വന്നു കഴിയുമ്പോഴും ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ പരിപാടി വന്നത്. ഇന്ന് 2-3 പരിപാടി കൂടുതലായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് സ്വല്പം താമസമായി പോയത്. ഇവിടെ നമ്മുടെ നൂറിനാട് മുതുകാട്ടുകര ഭഗവതി ക്ഷേത്രം എല്ലാ വർഷവും ഇതേ നിലയിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങൾ ചേരാറുണ്ട്. വിൽ സ്മിത്ത് എന്ന് പറയുന്ന എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏറ്റവും നല്ല ഹാപ്പിനെസ് എന്താണ്? ഏറ്റവും നല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത് സമാധാനമാണ്. ആ സമാധാനം തേടി ഒരുപാട് പേർ പലയിടങ്ങളിലല്ല, ഇവിടെ സമാധാനത്തിന് വേണ്ടി എത്തുന്നവരാണ് ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നത്. ഈ നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തിന്, നാടിൻ്റെ ഐശ്വര്യത്തിന്, നാടിനകത്ത് ഏകോദര സഹോദരങ്ങൾ, പ്രത്യേകിച്ചും ഇവിടുത്തെ ഉത്സവങ്ങൾ നടക്കുമ്പോൾ പള്ളിയും ക്ഷേത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് പരസ്പരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുള്ള ബന്ധിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. ആ ഐക്യമാണ് നമ്മളെയെല്ലാം ഒരേ മനസ്സിന്റെ ഭാഗമായി ഒന്ന് എന്നുള്ള ചിന്തയിലേക്ക് നയിക്കുന്നത്. ആ ഒന്നുള്ള ചിന്തയാണ് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്നത്. മറ്റ് ഉള്ളവർക്ക് മാതൃകയായി നമുക്ക് മാറാൻ കഴിയും. തീർച്ചയായും ഈ ക്ഷേത്രം ആ നിലയിൽ ഒരുമിപ്പിക്കലിന്റെ, ചേർത്തുപിടിക്കലിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. തീർച്ചയായും ഇനിയും അത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉണ്ടാകട്ടെ. വർത്തമാനകാലത്ത് സ്വത്വബോധത്തിന്റെയും അരാഷ്ട്രീയവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും ഒക്കെ തലത്തിലേക്ക് ചില ആളുകളെങ്കിലും പോകുന്ന നമുക്കുണ്ട്. അവിടുന്ന് വ്യത്യസ്തമായ ഉത്സവമാണ്. ഉത്സവം എല്ലാവരുടേതുമാണ്. എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയുമ്പോഴാണ് ഉത്സവം മനോഹരമാണ്. വർത്തമാനകാലത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഓണം നമ്മളെല്ലാവരും ആഘോഷിക്കും. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. ക്രിസ്മസിന് കരോള് പോകും. കരോള് പോകുന്നതിനകത്തും ജാതിയും മതമൊന്നുമില്ല. റംസാൻ ആഘോഷിക്കാറുണ്ട്, അതിനകത്തും ജാതിയും മതമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണെന്ന് ചില ആളുകൾ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കും. പക്ഷെ ഇതിനൊക്കെ എവിടെയെങ്കിലും വിലയിടാൻ അല്ലെങ്കിൽ വിലക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് മറ്റൊരു തരത്തിലുള്ള ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നിലയിലുള്ള ചിന്ത ഉണ്ടാകാതിരിക്കുന്നത് ഏറ്റവും നന്നായി കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ മുതുകാട്ടുകര ദേവീക്ഷേത്രം എന്നുള്ളത് ഈ അവസരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമാധാനമാണ് നമുക്ക് നാടിനകത്തുണ്ടാകേണ്ടത്. ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് വരാൻ, നാടിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. വർത്തമാനകാലത്ത് നിരവധിയായ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ എപ്പോഴത്തേക്കും പോകുന്നില്ല. കാരണം നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നില്ല. 1924 എന്നും 2024 എന്നുള്ളതും 100 വർഷത്തെ പഴക്കമുണ്ട്. എന്തിനാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് ഒന്നോർത്താൽ മതി. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും അതുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നില്ല. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. P.K. റോസി എന്ന് പറയുന്ന സിനിമാ നടിക്ക് സിനിമ കാണാൻ തിയേറ്ററിൽ പോകാൻ പറ്റില്ല. സിനിമാ നടിയുടെ വീടടക്കം കത്തിച്ചു വന്നു. അറിയാതിരിക്കുമല്ലോ, വിഗതകുമാരൻ സിനിമ. ചരിത്രം നമ്മൾ നന്നായി പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുമയോടെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തി ഉണ്ടാകുന്നത്. തീർച്ചയായും ക്ഷേത്രം മനസ്സു തമ്മിൽ ഒരുമിപ്പിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാത്തിനും അതീതമായി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമാധാനത്തിന്റെ കേന്ദ്രമാണ്, ഐക്യത്തിന്റെ കേന്ദ്രമാണ് നൂറിനാട് മുതുകാട്ടുകര ദേവീക്ഷേത്രം. ക്ഷേത്രത്തിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും അതിന്റെ ഉത്സവം, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചൂട്ടുകമ്പം ഒരിക്കൽ കാണണം, അന്ന് ആദ്യ വല്ലതായിട്ട് കാണണമെന്ന് വിചാരിച്ചു. ചൂട്ടുകമ്പം അടക്കമുള്ള നിരവധിയായ പ്രവർത്തനം, അതെല്ലാം ഈ നാടിന്റെ ഐക്യത്തിന്റെയും ആഘോഷത്തിന്റെയും ഭാഗമായി തീരട്ടെ. ഉത്സവം ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് പോകട്ടെ. മനുഷ്യ മനസ്സുകളെ ഒരുമിപ്പിക്കാനുള്ള ശക്തി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ലളിതമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
അടുത്തതായി അവാർഡ് വിതരണ ചടങ്ങാണ്. കലാപ്രതിഭ അവാർഡാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. അതിനായി ഹരിഗോവിന്ദ്, അഞ്ജലി രഘു, മുതുകാട്ടിര നാടൻ പന്തുകളി കൂട്ടായ്മ എന്നിവരെല്ലാവരും സ്റ്റേജിലേക്ക് എത്തേണ്ടതാണ്. ആദ്യമായി അഞ്ജലി രഘു. അടുത്തത് ഹരിഗോവിന്ദ്. ഹരിഗോവിന്ദ് മലപ്പുലയാട്ടം എന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് അതിൽ സമ്മാനം നേടിയ ആളാണ്. അടുത്തതായി അവാർഡ് നൽകുന്നത് മുതുകാട്ടുകര നാടൻ പന്തുകളി കൂട്ടായ്മ അംഗങ്ങൾക്കാണ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി മുതുകാട്ടുകര വാർഡ് മെമ്പറെ ടി കോശി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ക്ഷേത്രഭരണ സമിതിയുടെ പ്രസിഡന്റ് CN ശ്രീകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സെക്രട്ടറി, ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ചു പോയ നമ്മുടെ ഏറ്റവും ആദരണീയനായ MP ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, ഇവിടെ മുഖ്യ പ്രഭാഷണവും ആശംസകളും അർപ്പിച്ച പ്രിയപ്പെട്ട MLA, പ്രിയപ്പെട്ട ശരത്ത്, വേദിയിലിരിക്കുന്ന വേണു കാവേരി, രാജലക്ഷ്മി, പ്രിയപ്പെട്ട നമ്മളിന്നിവിടെ ആദരിച്ച രണ്ട് ബഹുമുഖ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പ്രിയമുള്ളവർ, ഓരോ വർഷവും വളരെ വ്യത്യസ്തമായ പരിപാടികളിൽ കൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യം ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചൊതുക്കൊണ്ടുള്ള പരിപാടികളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു മകരസംക്രമ ഉത്സവം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ക്ഷേത്രാചാര ചൂട്ടുകമ്പവും ഒക്കെ മാത്രമായി ഒതുങ്ങിയായിരുന്നു. ആത്മീയമായ കാര്യങ്ങളിൽ വളരെയേറെ ഊന്നൽ നൽകിക്കൊണ്ടാണ് ക്ഷേത്രഭരണ സമിതിയുടെ ഭാരവാഹികൾ ഈ ക്ഷേത്രത്തെ കാണുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുപാടുമുള്ള ഈ കരകളിലുള്ള നമ്മുടെ മുതുകാട്ടുകര കരയിലും തൊട്ടടുത്തുള്ള കരക്കാരും എല്ലാം തന്നെ വളരെ ഭക്തിയാരൂപം ആത്മീയമായ ഒരു ചൈതന്യമുള്ള ഒരു ക്ഷേത്രമായി ഇത് മാറിയിരിക്കുകയാണ്. നിരവധി ആൾക്കാർ നമ്മളൊരു പക്ഷേ നമ്മൾ കാണുമ്പോൾ ചൂട്ടുകമ്പം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും വളരെയേറെ ആൾക്കാർ എന്താണ് എന്ന വളരെ താല്പര്യത്തോടുകൂടി കാരണം നമ്മുടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൽ നടക്കുന്നു. അപ്പോൾ ആ ചൂട്ടുകമ്പത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതിൻ്റെ ആ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അറിയുന്നതിന് അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മളിപ്പം പല ക്ഷേത്രങ്ങളിലും ഈ വേലകളി എന്ന് പറഞ്ഞൊരു സംഭവിക്കുന്നില്ല. അത് പഠിക്കുന്ന കലാകാരന്മാരും കൊച്ചുകുട്ടികളൊക്കെ വളരെ കുറവാണ്. പക്ഷെ നാളിതുവരെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഉത്സവ കാലത്തൊക്കെ തന്നെ വേലകളിയായാലും ആ ക്ഷേത്ര കലാപരമായ മുഴുവൻ ചടങ്ങുകൾ നടത്തിക്കൊണ്ടാണ് നമ്മുടെ ഉത്സവ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മുമ്പ് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ട് നിരവധി വിഷയങ്ങളാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുകയും പരസ്പരം കണ്ടുകൂടായ്മയൊക്കെ വളരെയേറെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പരസ്പരം കലഹിച്ചും പോരടിച്ചും മുമ്പോട്ട് പോകുന്ന രീതിയിലേക്ക് നമ്മൾ പോകാതെ ആത്മീയ ചൈതന്യം ഉണർത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു ആത്മീയ ചൈതന്യം നമുക്കുണ്ടായി തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ഷേത്രങ്ങളും മറ്റ് ആരാധനകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ വളർച്ചയ്ക്കും ഇതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.
തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളുടെയും ഈ വളരെയേറെ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ വീട്ടുകാര്യം മുടങ്ങിയാൽ പോലും ക്ഷേത്ര കാര്യങ്ങൾ ഒരു മുടക്കവും വരാതെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ഒരു കൂട്ടായ്മ നമ്മുടെ മുതുകാട്ടിൽ പ്രവർത്തിക്കും. മുതുകാട്ടിൽ ചുറ്റുള്ളവരെല്ലാം. അപ്പം ആ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഈ നമ്മുടെ ഭരണസമിതിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും അതുപോലെ ഭരണസമിതി ഇവിടെ വരുന്ന ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും സംവിധാനങ്ങളും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളിലും ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ ഇനിയിപ്പം ഇന്ന് മറ്റു പരിപാടികളൊന്നുമില്ല. കാരണം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചപ്പോൾ വളരെ പ്രശ്നങ്ങളാണ്. നമ്മളിപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രിയിലൊക്കെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ പേപ്പറെടുത്ത് വായിച്ച് കാണാം. കഴിഞ്ഞ ദിവസം തന്നെ നൂറിനാട് ബേസ് ചെയ്താണ് നിരവധി പ്രശ്നങ്ങൾ ഗുണ്ടാലിസ്റ്റ് പ്രത്യേകം നാടുകടത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കലാപരിപാടികളൊക്കെ നമുക്ക് ആവശ്യമാണ്, അത് ആസ്വദിക്കണം. അതൊക്കെ ഒരു വളരെ പോലീസ് പറയുന്ന രീതിക്ക് ഒരു അരമണിക്കൂറെങ്കിലും മുമ്പോട്ട് പോകുമല്ലാതെ കൂടുതൽ മുമ്പോട്ട് പോയി ചെയ്യരുത്. അപ്പോൾ മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോയി ചെന്നെത്തിക്കും എന്നുള്ളതുകൊണ്ട് അതിനുവേണ്ട എല്ലാവിധമായ സഹകരണ ഭക്തജനങ്ങളും ഭരണസമിതിയും ചെയ്തു കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉത്സവത്തിന് എല്ലാവിധമായ ഐശ്വര്യവും സമാധാനവും എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ്. അടുത്തതായി വിദ്യാജ്യോതി അവാർഡാണ്. MLA-ക്ക് പോകേണ്ടതായിട്ട് അറിയിച്ചതുകൊണ്ട് കുറച്ചു പേർക്കായിട്ട് നമ്മൾ വിദ്യാജ്യോതി അവാർഡ് കൊടുക്കുകയാണ്. ആദ്യമായി അർജുൻ വി അജിത്ത്, SSLC-ക്ക് ഉന്നത വിജയം നേടിയ അർജുൻ വി അജിത്ത്. അടുത്തതായി അനുജിത് അനിൽ. അടുത്തതായി നയന പ്രസാദ്. മേഘ പ്രസാദ്. അടുത്തതായി മേഘ പ്രസാദ്. മേഘ പ്രസാദ്. അടുത്തതായി ഇന്ദ്രനാഥ് M. അടുത്തതായി രൺവീർ R. അശ്വിൻ ജയൻ. ആദിനാരായണൻ S. അശ്വിൻ ജയൻ. അടുത്തതായി ആദിനാരായണൻ S. മേഘ മോഹൻ. അടുത്തതായി മേഘ മോഹൻ. അടുത്തതായി ഗിരിധർ രാജേഷ്. അടുത്തതായി രുക്മ സജീവ്. അടുത്തതായി രുക്മിണി ജെ നായർ. അടുത്തതായി മാളവിക.
മാളവിക. അടുത്തതായി സാരംഗി ശ്രീകുമാർ. അടുത്തതായി അക്ഷയ് ആർ. അടുത്തതായി അശ്വന്ത് ബി ബസന്ത്. അടുത്തതായി +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡാണ്. ഒന്നാമതായി ഗൗരിപ്രിയ ആർ. അടുത്തതായി വൈഷ്ണവി ആർ. അടുത്തത് ഗൗരി നന്ദന ജയ്. ഗൗരി നന്ദന ജയ്. കാശിനാഥ് എം. കാശിനാഥ് എം. അക്ഷയ് എസ്. ഗൗതം ബി സി. ആനന്ദ് കൃഷ്ണ. ഗോപിക എസ്. ഗോപിക എസ്. നിരഞ്ജന ആർ നായർ. നന്ദിത എസ്. നന്ദിത എസ്. അടുത്തതായി അഭിറാം എസ്. അടുത്തതായി അഭിറാം എസ്. അനശ്വര നായർ ബി. അനശ്വര നായർ ബി. ഭാഗ്യ രാജേഷ്. പ്രണവ് പ്രസാദ്. അടുത്തതായി ഹൃദ്യ എസ്. ഹൃദ്യ എസ്. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി PGC വാർഡ് മെമ്പർ ശ്രീമതി രാജലക്ഷ്മിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ MP, മുഖ്യ അതിഥികളായ നമ്മുടെ പ്രിയങ്കരനായ MLA, വിശിഷ്ട വ്യക്തികളെ ആദരവേറ്റുവാങ്ങിയ വിശിഷ്ട വ്യക്തികൾ, വേദിയിലിരിക്കുന്ന കോശി മെമ്പർ, വേണുകാവേരി മെമ്പർ, മറ്റ് മുഖ്യ അതിഥികൾ, വേദിയിലിരിക്കുന്ന ഭക്തജനങ്ങളെ, ഇന്ന് ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ മുതുകാട്ടിൽ ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മുടെ പ്രദേശത്തെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് മുതുകാട്ടിലെ ഉത്സവത്തിലൂടെയാണ്. ഈ 8 ദിവസം നടക്കുന്ന ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ടൗൺ വാർഡ് മെമ്പർ ശ്രീ വേണു കാവേരി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ട ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ഉമാർ ചേട്ടൻ, ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച ബാലകൃഷ്ണൻ, ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി, ഈ മകരസംക്രമ മഹോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ മാവേലിക്കരയുടെ ഏറെ പ്രിയപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിന്റെ സീനിയറായ MP കൊടിക്കുന്നിൽ സുരേഷ് അവർ, വിശിഷ്ട അതിഥിയായി എത്തി ഇന്നത്തെ ഈ സമ്മേളന വേദിയെ ധന്യമാക്കിയ പ്രശസ്ത ചലച്ചിത്ര താരം ശരത് അവർ, ഏറെ പ്രിയപ്പെട്ട മാവേലിക്കരയുടെ MLA MS അരുൺകുമാർ അവർ,
ഇവിടെ ആദരവ് ഏറ്റുവാങ്ങിയ ഈ നാടിന് ഏറെ പ്രിയപ്പെട്ട രണ്ട് പ്രതിഭകളാണ്. ശ്രീമതി യമുന ഹരീഷ്, പ്രസാദ് ശ്രീധർ. ഏറെ പ്രിയപ്പെട്ട വിദ്യാജ്യോതി കലാപ്രതിഭ അവാർഡുകൾ വാങ്ങിയ ഈ നാടിന്റെ പ്രതീക്ഷയായ നമ്മുടെ കുഞ്ഞനുജത്തിമാർ, അനുജന്മാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുതുകാട്ടുകരയുടെ സ്വന്തം PP കോശി അവർ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തക രാജലക്ഷ്മി, ഇവിടെ കൃതജ്ഞത പറയുന്ന G സുരേന്ദ്രൻ ചേട്ടൻ, പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ രാധാലയം ക്ഷേത്ര ഭരണസമിതിയുടെ പ്രസിഡന്റ് വടംബലം, ഇവിടെ സമ്മേളനത്തിന് ശേഷം അവതരിപ്പിക്കുന്ന കലാപരിപാടികളുടെ സംഘാടകരായ മാതൃസമിതിയുടെ ഭാരവാഹികൾ, കലാകാരികൾ, ഏറെ പ്രിയപ്പെട്ട മുതുകാട്ടുകരയുടെ ഭക്തജനങ്ങളെ, വീണ്ടും ഒരു മകര സംക്രമ മഹോത്സവം നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വരുന്ന 7 നാളുകൾ മുതുകാട്ടുകര അമ്മയുടെ തിരുമുറ്റത്ത് ഉത്സവത്തിന്റെ ആരവം മുഴങ്ങുകയാണ്. കാലങ്ങളായി നാം ആചരിച്ചു പോകുന്ന സംസ്കാരവും പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിച്ച് എത്രയോ കാലങ്ങളായി ഈ ആചാരങ്ങൾ നമ്മൾ പിന്തുടർന്നു പോരുകയാണ്. ഇതൊരു ചരിത്രമാണ്. ഈ നാടിന്റെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ഭഗവതി ക്ഷേത്രം ഈ നാടിന്റെ എല്ലാ അർത്ഥത്തിലും, ഈ നാടിന്റെ വളർച്ചയിൽ, ഈ നാട്ടിലെ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഈ മഹത്തായ ക്ഷേത്രത്തിന് വലിയ പാരമ്പര്യവും ചരിത്രവും പറയാനുണ്ട്. നമ്മള് വർത്തമാന കാലഘട്ടത്തിൽ വളരെ കെട്ട ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കണ്ടിരുന്ന, നമ്മൾ കേട്ടിരുന്ന, നമ്മൾ പഠിച്ച, നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമ്മൾ തുടർന്നു പോരുന്നത്. അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആ അവകാശത്തിൽ അടിയുറച്ച് നിന്നാണ് ഈ കാലം അത്രയും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ പാരമ്പര്യമായ വിശ്വാസത്തിലേക്ക് അനർഗതമായി കടന്നു വരുന്ന ചില സന്ദേശങ്ങൾ, ദുഷ്ടലാഭോടുകൂടി ചില പ്രദേശങ്ങളിൽ നിന്നും ചില ആളുകളിൽ നിന്നും ഉണ്ടാകുന്ന മെസ്സേജിനെ അടിസ്ഥാനമാക്കി നമ്മുടെ തലമുറയിലേക്ക്, വളർന്നു വരേണ്ടിയിരുന്ന നമ്മുടെ തലമുറയിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ നൽകി നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ച്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു, നമ്മുടെ വിശ്വാസത്തിൽ നിന്നും മാറി സഞ്ചരിച്ച് ഒരു സമൂഹത്തിനെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. ഇവിടെ വലിയ ഒരു ദുരന്ത മുഖത്താണ് ഈ നാട് കടന്നു പോകുന്നത്. നമ്മൾ കാലങ്ങളായി ആചരിച്ചു പോകുന്ന ആചാര മര്യാദകൾക്കൊക്കെ അപ്പുറത്ത് അവയൊന്നും മുഖവിലക്കെടുക്കാതെ ആ സംസ്കാരത്തിൽ ഉന്നി മുന്നോട്ട് ജീവിതം കരുപിടിപ്പിക്കുവാൻ തയ്യാറാകാതെ തെറ്റായ ഒരു പാത തിരഞ്ഞെടുത്ത് തെറ്റായ ഒരു ജീവിത ശൈലിയിലൂടെ ഒരു സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നാളെ ഈ നാടിന്റെ ഭാവി എന്താണെന്നുള്ള വലിയൊരു ആശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് വേണ്ടത്ര കരുതൽ അവരിലില്ല. എല്ലാം ഒരു ഭ്രമത്തിന്റെ ഭാഗമായി, ഒരു ആഘോഷമായി, എല്ലാം ഒരു സൗന്ദര്യവൽക്കരണമായി, ഒരു ഫാഷൻ ഷോ ആയി മാത്രം കാണുന്ന ഒരു ചുരുങ്ങിയ ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറുകയാണ്. ഒരു വലിയ വിപത്തിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വരുന്ന തലമുറ, അവർ സഞ്ചരിക്കുന്ന പാതകൾ ഒരിടത്തും ഇന്ന് സുരക്ഷിതത്വമില്ല. അവർ സഞ്ചരിക്കുന്ന പാതകളെല്ലാം കല്ലും മുള്ളും വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന പാതകളിലൂടെ അവർ സഞ്ചരിക്കുന്നു. പക്ഷെ നമ്മുടെ രക്ഷകർത്താക്കൾ ആ കുട്ടികൾ സഞ്ചരിക്കുന്ന പാതകൾ ഏതാണെന്ന് പോലും അന്വേഷിക്കാറില്ല. കുട്ടികളെ മറ്റൊരു ഭ്രമത്തിന്റെ വാസനയിലേക്ക് അവരെ ആ ഒരു ഫാഷൻ തരത്തിലേക്ക് ആകൃഷ്ടരായി പോകുമ്പോൾ
നിർസകരായി നിർഭയമായി നോക്കി നിൽക്കുന്ന രക്ഷകർത്താക്കളെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, നമുക്കൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അതൊരു ചരിത്രപരമായ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് നാം എല്ലാം വളർന്നു വന്നതും. നമ്മുടെ സംസ്കാരവും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ആ സംസ്കാരത്തിൽ ഊന്നിയായിരുന്നു. ഇന്ന് ആ സംസ്കാരം നമ്മുടെ വീടുകളിൽ ഇല്ല. സന്ധ്യാവിളക്ക് പോലും കത്തിക്കാത്ത വീടുകളുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. പണ്ട് മുത്തച്ഛി കഥകൾ പറഞ്ഞ് നമ്മളെ ഉറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് TV സീരിയലുകൾ കണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അച്ഛനും അമ്മയും ഇപ്പൊ അണുകുടുംബങ്ങളിലെ അച്ഛനും അമ്മയും വീട്ടിൽ മക്കൾക്ക് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കി കൊടുത്ത് ജോലിക്ക് പോവുകയാണ്. അവർ വളരെ വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ മക്കള് ഉറക്കത്തിലേക്ക് പോയി കാണും. മക്കളുമായി ബന്ധമില്ല, മക്കളുമായി അടുപ്പമില്ല, മക്കളുടെ ആഗ്രഹങ്ങൾ അറിയുന്നില്ല, അവർ ഇഷ്ടങ്ങൾ അറിയുന്നില്ല. അവരെവിടെയാണ്, ആരോടാണ് സഹകരിക്കുന്നത്, അവരെന്താണ് പഠിക്കുന്നത്, അവരേത് ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഒന്നും അന്വേഷിക്കാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് സമയമില്ല. എല്ലാം കൈവിട്ട് പോകുമ്പോഴാണ് നമ്മുടെ രക്ഷകർത്താക്കളുടെ മുന്നിലേക്ക് എന്റെ മക്കൾ എത്ര ദുരിത മുഖത്ത് എത്ര ഭയാനകമായ ഒരു പാതയിലൂടെ ആയിരുന്നു സഞ്ചരിച്ചതെന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇവിടെ നമ്മുടെ അമ്മമാരാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഒരു കുട്ടിയുടെ മനസ്സിനെ, ഒരു മകനായാലും മകളായാലും ശരി, ഒരു കുട്ടിയുടെ മനസ്സിനെ വായിക്കാൻ കഴിയുന്നത് ആ കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ കുട്ടിയുടെ സംസാരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ കുട്ടിയുടെ ചലനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്ക് മാത്രമാണ്. ആ അമ്മ ഗാന്ധാരിയെ പോലെ കണ്ണു മൂടിക്കെട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പൊ നമ്മൾ കണ്ണു മൂടിക്കെട്ടി ജീവിക്കേണ്ട അമ്മമാരല്ല, നമ്മൾ കുന്തിദേവിയായി മാറണം. കുന്തിദേവി എങ്ങനെയായിരുന്നു? ഭർത്താവിന്റെ മരണശേഷവും തന്റെ മക്കളോടൊപ്പം അവരുടെ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ സദാ കുന്തിദേവി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർ കർമ്മബോധമുള്ളവരായി മാറിയത്. ആ കർമ്മബോധം നമ്മളിൽ ഉണ്ടാകണം, നമ്മുടെ അമ്മമാരിൽ ഉണ്ടാകണം. ഇവിടെ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഈ സമ്മേളനത്തിന് ശേഷം നടത്തേണ്ട കലാപരിപാടി, നമ്മുടെ മാതൃസമിതിയുടെയും നമ്മുടെ കുട്ടികളുടെ ഒക്കെ വിവിധ കലാപരിപാടികളുണ്ട്. അത് കാണുവാനാണ് നിങ്ങൾ ഏറെയും ഇവിടെ സമയം ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന അല്ല, നിങ്ങളുടെ ആ വിലപ്പെട്ട സമയങ്ങളെ കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ബുദ്ധകാട്ടുകര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരസംക്രമ മഹോത്സവത്തിൽ, ഈ സമ്മേളനത്തിൽ ഒരു അതിഥിയായി ഈ ഉള്ളവന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനം അറിയിക്കുകയാണ്. ഈ ഉത്സവ പരിപാടികൾക്ക് വരുന്ന 7 നാളുകളിൽ അമ്മയുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടി ഈ ദേശത്തിന്റെ അഭിമാനമായി ഈ വർഷത്തെ ഉത്സവം മാറട്ടെ എന്ന് മുതുകാട്ടുകര ഭഗവതി നാമധേയത്തിൽ ആഗ്രഹിക്കുകയാണ്. എല്ലാ നന്മകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി പടനിലം പരബ്രഹ്മ ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ രാധാലയത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ധന്യമായ മുതുകാട്ടുകര തിരുത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഞാൻ ആരുടെയും പേരെടുത്ത് ഇവിടെ പറയുന്നില്ല, സാധാരണ പ്രാസംഗികൻ, ഉദ്ഘാടകൻ, അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികൾ. ഇവിടെ വേണിച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ വേണിച്ചേട്ടന് ഒരു കൂച്ചുവലം കിട്ടി. അങ്ങനെ ഒരു കൂച്ചുവലം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അടുത്ത പരിപാടി കാണാൻ വേണ്ടിയാണ്. അത് ബോധ്യമുണ്ട്. ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഇവിടുത്തെ ഭാരവാഹികളുടെ ബുദ്ധിമുട്ടും ഞാൻ മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ കൂടി ആസ്വദിക്കാനാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ സന്നിധരായിരിക്കുന്നത് എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇവിടെ 10 മണിക്ക് ശേഷം നിയമപാലകർ ഇപ്പോൾ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സുഹൃത്തു കൂടിയാണ് ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹം അടക്കം ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. 10 മണിക്ക് തന്നെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയായിരിക്കും. അങ്ങനെ ഒത്തിരി അനുഭവിച്ച കൂട്ടത്തിലാണ് പടനിലം ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് ദീർഘിച്ച് ഒരു സംഭാഷണത്തിലേക്കോ പ്രസംഗത്തിലേക്കോ ഒന്നും ഞാൻ കടക്കുന്നില്ല. മുതുകാട്ടുകരമ്മയുടെ തിരുമുൻപിൽ കൂടി ഏകദേശം 1988 തൊട്ട് ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഇതിന്റെ തിരുനടയിൽ കൂടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അന്നും ഇന്നും ഏത് പാരാത്രിക്ക് പോയാലും തമ്പുരാട്ടിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടായിട്ടുണ്ട്.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ ധന്യമായ വേദിയിൽ വന്നതെന്ന് സംസാരിക്കാൻ പടലത്ത് പരിധിവരും മുതുകാട്ടിലെ അമ്മയും എന്നെ അനുഗ്രഹിച്ചു എന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇവിടെ തിരുവാതിരകളിക്കുമൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ് സഹോദരിമാരടക്കം. അപ്പോഴേ ആ ഒരു പ്രതീക്ഷ ഞാനായിട്ട് ഇല്ലാതാക്കുന്നില്ല. നൂറിനാട് പടന്നലം പരബ്രഹ്മ ക്ഷേത്രവും അതോടൊപ്പം തന്നെ മുതുകാട്ടിലെ ക്ഷേത്രവും ഒക്കെ മറ്റ് ക്ഷേത്രങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് തന്നെയാണ് എക്കാലവും മാറി മാറി വരുന്ന ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതിമതത്തിന് അതീതമായി തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് വരുന്ന റാസയ്ക്ക് വരെ ഈ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി പോകാറുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് മുതുകാട്ടിലെ ക്ഷേത്രം. നൂറിനാട് പടന്നലം എന്ന് പറയുന്നത്, നൂറിനാട് എന്ന് പറഞ്ഞാൽ ഒരു മഹോത്സവത്തിന്റെ നാട് തന്നെയാണ്. ആ നാട്ടിൽ ഈ മഹോത്സവത്തിന് മാറ്റിവെക്കുവാൻ പല ചൂട്ടുകമ്പ അടക്കമുള്ള പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ ദൈവിക കാര്യങ്ങളും ക്ഷേത്രാചാര കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കണമെന്ന് തമ്പുരാട്ടിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ഈ ഭരണസമിതിക്കും എല്ലാം ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്ര ഭരണസമിതിയുടെയും പ്രത്യേകിച്ച് എന്റെയും എല്ലാവിധ ഉത്സവാശംസകളും നേർത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട ക്ഷേത്ര ഭരണസമിതി ഖജാൻജി ശ്രീ പി ജി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബാക്കി സമയം ഒരുപാട് അതിക്രമിച്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പൊതുയോഗം ഇവിടെ സമാപിക്കുകയാണ്. അടുത്തതായി മാതൃസമിതി അവതരിപ്പിക്കുന്ന കലാവിരുന്ന്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലൈവ് തുടരും. പ്രിയപ്പെട്ടവർക്ക് നന്ദി. പ്രിയപ്പെട്ടവർ വീണ്ടും ജോയിൻ ചെയ്യുക.